ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 22-ാമത്തെ അധ്യായം അതിൽ 48-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥ 22-ാധ്യായഃ. മൈത്രേയ ഉവാച. ജനേഷു പ്രഗണൽസ്വേവം പൃഥും പൃഥുലവിക്രമം തത്രോപജഗ്മുർമുനയശ്ചത്വാരഃ സൂര്യവർച്ചസഃ. താംസ്തു സിദ്ധേശ്വരാൻ രാജാ വ്യോമ്നോവതരതോർച്ചിഷാ ലോകാനപാപാൻ കുർവത്യ സാനുഗോജഷ്ടലക്ഷിതാൻ തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിൽ സുരിവോത്ഥിതഃ സ സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേഷോ ഗുണാനിവ. ഗൗരവാദ്യന്ത്രിതസഭ്യപ്രശ്രയാനതകന്ധരഃ വിധിവത് പൂജയാം ചക്രേ ഗൃഹീതാധ്യർഹണാസനാൻ തൽപാദശൗചസലിലേർമാർജിതാളകബന്ധനഃ തത്ര ശീലവതാം വൃത്തമാചരൻ മാനയന്നിവ. ഹാടകാസന ആസീനാൻ സുധിഷ്ണുഷ്വ പാവകാൻ ശ്രദ്ധാ സംയമ സംയുക്ത പ്രീതപ്രാഹ ഭവാഗ്രജഃ. പൃഥുരുവാച. അഹോ ആചരിതം കിം മേ മംഗളം മംഗളായനാഃ യസ്യ വോ ദർശനം ഹ്യാസി ദുർദർശാനാം ച യോഗിഭിഃ കിം തസ്യ ദുർലഭതരമിഹ ലോകേ പരത്ര ച യസ്യ വിപ്രാ പ്രസീദന്തി ശിവോ വിഷ്ണുശ്ച സാനുഗഃ നൈവ ലക്ഷയതേ ലോകോ ലോകാൻ പര്യടതോऽപി യാൻ യഥാ സർവദൃശം സർവ ആത്മാനം യേസ്യ ഹേതവഃ. അധനാ അപി തേ ധന്യാഃ സാധവോ ഗൃഹമേധിനഃ യദ്ഗൃഹാഹ്യർഹ്യവര്യാംബു തൃണഭൂമീശ്വരാവരാഃ വ്യാളാലയദ്രുമാ വൈതേപ്യരിക്താഖില സമ്പദഃ യദ്ഗൃഹാസ്തീർത്ഥപാദീയപാദതീർത്ഥ വിവർജിതാഃ. സ്വാഗതം വോ ദ്വിജശ്രേഷ്ഠാ യദ്വ്രതാനി മുമുക്ഷവഃ ചരന്തി ശ്രദ്ധയാ ധീരാ ബാലാ ഏവ ബൃഹന്തി ച. കച്ചിന്ന കുശലം നാഥ ഇന്ദ്രിയാർത്ഥാർത്ഥവേദിനാം വ്യസനാവാപയേ തസ്മിൻ പതിതാനാം സ്വകർമ്മഭിഃ ഭവത്സു കുശലപ്രശ്ന ആത്മാരാമേഷു നേഷ്യത്തെ കുശലാ കുശലാ യത്ര ന സന്തി മതിവൃത്തയഃ. തദഹം കൃതവിശ്രംഭ സുഹൃദോവസ്തപസ്വിനാം സംപൃച്ഛേ ഭവയേ തസ്മിൻ ക്ഷേമഃ കേനാഞ്ജസാ ഭവേത്. വ്യക്തമാത്മവതാമാത്മാ ഭഗവാനാത്മഭാവനഃ സ്വാനാമനുഗ്രഹായേ മാം സിദ്ധരൂപീ ചരത്യജഃ. മൈത്രേയ ഉവാച. പൃഥോസ്തൽ സൂക്തമാകർണ്യസാരം സുഷ്ഠുമിതം മധു സ്മയമാനൈവ പ്രീത്യാ കുമാര പ്രത്യുവാചഃ. സനത്കുമാര ഉവാച. സാധുപൃഷ്ടം മഹാരാജ സർവഭൂതഹിതാത്മനാ ഭവതാ വിദുഷാ ജാവി സാധൂനാം മതിരീദൃശി സംഗമഃ ഖലു സാധൂനാമുഭയേഷാം ച സമ്മതഃ യത്സംഭാഷണസംപ്രശ്നഃ സർവേഷാം വിതനോദിശം. അസ്ത്യേവ രാജൻ ഭവതോ മധുദ്വിഷ പാദാരവിന്ദസ്യ ഗുണാനുവാദനേ രതിർദുരാപാ വിധുനോതി നൈഷ്ഠികീ കാമം കഷായം മലമന്ദരാത്മനഃ. ശാസ്ത്രേഷു യാനേവ സുനിശ്ചിതോ നൃണാം ക്ഷേമസ്യ സദൃഗ്വിമർശേഷു ഹേതുഃ അസംഗാത്മവ്യതിരിക്താത്മനി ദൃഢാരതിർബ്രഹ്മണി നിർഗുണേ ചയ. സാ ശ്രദ്ധയാ ഭഗവദ്ധർമ്മചര്യയാ ജിജ്ഞാസയാധ്യാത്മികയോഗനിഷ്ഠയാ യോഗേശ്വരോപാസനയാ ച നിത്യം പുണ്യശ്രവ കഥയാ പുണ്യയാ ച അർത്ഥേന്ദ്രിയാരാമസഗോഷ്ഠ്യതൃഷ്ണയാ തൽസമ്മതാനാമപരിഗ്രഹേണ ച വിവിക്തരുച്യാ പരിദോഷാത്മൻ വിനാഹരേർ ഗുണപീയൂഷപാനാത്. അഹിംസയാ പാരമഹംസ്യചര്യയാ സ്മൃത്യാ മുകുന്ദാചരിതാഗ്രസീധുനാ യമൈരകാമൈർനിയമൈശ്ചാപ്യനിന്ദയാ നിരീഹയാ ദ്വന്ദ്വതിദിക്ഷയാ ച. ഹരേർമുഹുസ്തൽപരകർണപൂരഗുണാഭിധാനേന വിജൃംഭമാണയാ ഭക്ത്യാ ഹ്യസംഗസ്തദസത്യനാത്മനി സ്യാദ് നിർഗുണേ ബ്രഹ്മണി ചാഞ്ജസാ രതിഃ. യദാ രതിർബ്രഹ്മണി നൈഷ്ഠികീ പുമാൻ ആചാര്യവാൻ ജ്ഞാനവിരാഗരം ഹസാ ദഹത്യവീര്യം ഹൃദയം ജീവകോശം പഞ്ചാത്മകം യോനിമിവോത്ഥിതോഗ്നിഃ.
ദഗ്ധാശയോ മുക്ത സമസ്തതൽഗുണോ നൈവാത്മനോ ബഹിരന്തർവിജഷ്ടേ പരാത്മനോര്യവധാനം പുരസ്താത് സ്വപ്നേ യഥാ പുരുഷസ്തദ്വിനാശേ ആത്മാനമിന്ദ്രിയാർത്ഥം ച പരം യദുഭയോരപി സത്യാശയോപാധൗ വൈ പുമാൻ പശ്യതി നാന്യതാ നിമിത്തേ സതി സർവത്ര ജലാദാവപി പൂരുഷ ആത്മനശ്ച പരസ്യാവി ഭിദാ പശ്യതി നാന്യതാ ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈരാക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരത്തെ ബുദ്ധേ സ്തംഭസ്തോയമിവ ഹൃദാത് ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയ പ്രാഹുരാത്മാവൻ നവമാത്മനാ നാദപരതരോ ലോകേ പുംസസ്വാർത്ഥവ്യതിക്രമഃ യദധ്യന്യസ്യ പ്രേയസ്തുമാത്മനഃ സ്വവ്യതിക്രമാത് അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നമോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാദ്യേനാവി വിശതി മുഖ്യതം ജ്ഞാനവിജ്ഞാന ന കുര്യാത് കർഹിചിത് സംഗം തമസ്തീവ്രം തിതീർഷുഃ ധർമാർത്ഥകാമമോക്ഷാണാം യദത്യന്തവിഘാതകം തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തികതയേഷ്യത്തെ ത്രൈവർഗ്യോർത്ഥോ യതോ നിത്യം കൃതാന്തഭയസംയുതാം തത്വം നരേന്ദ്രജഗദാമഥ തസ്ഥുഷാം ച ദേഹേന്ദ്രിയാസുധിഷണാം ആത്മഭിരാവൃതാനാം യക്ഷേത്രവിത്തപദയാ ഹൃദി വിശ്വഗാവി പ്രത്യക്ഷഗാസ്തി ഭഗവാൻസ്തമവേഹിസോസ്മി യസ്മിന്നിദം സദസദാത്മതയാ വിഭാതി മായാവിവേകവിധുതിസ്രതിവാഹി ബുദ്ധി തം നിത്യമുക്തപരിശുദ്ധവിബുദ്ധതത്വം പ്രത്യൂഢകർമ്മകലിലപ്രകൃതിം പ്രപദ്യേ യത്പാദപങ്കജപലാശവിലാസഭക്തിയാ കർമാശയം ഗ്രഥിതമുൽഗ്രഥയന്തി സന്തഃ തദ്വന്നരിക്തമതയോ യതയോ വിരുദ്ധ സ്രോതോ ഗണാസ്തമരണം ഭജ വാസുദേവം കൃച്ഛ്രോ മഹാനിഹ ഭവാർണവമപ്ലവേശാം ഷഡ്വർഗനക്രമസുഖേന തിതീർഷന്തി തത്വം ഹരേർഭഗവതോ ഭജനീയമംഘ്രിം കൃത്തോടുപം വ്യസനമുത്തരദുസ്തരാർണം മൈത്രേയ ഉവാച ഏവം സത് ബ്രഹ്മപുത്രേണ കുമാരേണാത്മമേധസാ ദർശിതാത്മഗതി സമ്യക് പ്രശസ്യോവാച തം നൃപഃ രാജോവാച കൃതോ മേനുഗ്രഹപൂർവം ഹരിണാർത്താനുകമ്പിനാ തമാപാദയിതും ബ്രഹ്മൻ ഭഗവൻ യൂയമാഗതാ നിഷ്പാദിതശ്ച കാസ്നേന ഭഗവദ്ഭിർഗൃണാലുഭിഃ സാധൂച്ഛിഷ്ടം ഹി മേ സർവമാത്മനാ സർവകിം ദദേ പ്രാണാധാരാസുതാ ബ്രഹ്മൻ ഗൃഹാശ്ച സപരിച്ഛദാ രാജ്യം ബലം മഹീകോശ ഇതി സർവം നിവേദിതം സൈനാപത്യം ച രാജ്യം ച ദണ്ഡനേതൃത്വമേവ ച സർവലോകാധിപത്യം ച വേദശാസ്ത്രവിദർഹതി സ്വമേവ ബ്രാഹ്മണോ ഭുങ്ക്തേ സ്വം വസ്തേ സ്വം ദദാതി ച തസ്യൈവാനുഗ്രഹേണാന്നം ഭുഞ്ജതേ ക്ഷത്രിയാദയഃ യൈരീദൃശി ഭഗവതോ ഗതിരാത്മവാദേ ഏകാന്തതോ നിഗമിഭിഃ പ്രതിപാദിതാ നഃ തുഷ്യന്വദഭ്രകരുണാ സുകൃതേന നിത്യം കോ നാമ തൽപ്രതികരോതി വിനോദപാത്രം. മൈത്രേയ ഉവാച ത ആത്മയോഗപതയ ആദിരാജേന പൂജിതാ ശീലം തദീയം ശംസന്ത ഖേ ഭൂവന്മിഷതാം നൃണാം. അടുത്ത ശ്ലോകം 49-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. വൈന്യസ്തുധുര്യോ മഹതാം സംസ്ഥിത്യാധ്യാത്മശിക്ഷയാ ആപ്തകാമമിവാത്മാനം മേന ആത്മന്യവസ്ഥിതഃ. വൈന്യസ്തുധുര്യോ മഹതാം സംസ്ഥിത്യാധ്യാത്മശിക്ഷയാ ആപ്തകാമമിവാത്മാനം മേന ആത്മന്യവസ്ഥിതഃ. മഹാന്മാരിൽ മുഖ്യനായിരിക്കുന്ന ആ പൃഥ്വിചക്രവർത്തി ആകട്ടെ ആ ആധ്യാത്മികമായിട്ടുള്ള ശിക്ഷണം ഹേതുവായിട്ട് ഏകാഗ്രതയോടുകൂടിയിട്ട് ആത്മാവിൽ സ്ഥിതനായിട്ട് തന്നെപ്പറ്റി ആ കാമങ്ങളെല്ലാം സഫലമായവനായിട്ട് വിചാരിച്ചു. വൈന്യസ്തു പൃഥ്വിമഹാരാജാവ് ധുര്യ മുഖ്യനായിരിക്കുന്ന മഹാന്മാരിൽ മുഖ്യനായിരിക്കുന്ന ആ വൈന്യഹത്തു ആ പൃഥ്വിമഹാരാജാവ് ചക്രവർത്തി ആകട്ടെ മഹാന്മാരിൽ നിന്നും ആ അധ്യാത്മശിക്ഷയാ ആധ്യാത്മികമായിരിക്കുന്ന ശിക്ഷണം ഹേതുവായിട്ട് സംസ്ഥിത്യാധ്യാത്മശിക്ഷയാ
ഏകാഗ്രതയോടെ ആധ്യാത്മിക ശിക്ഷ കിട്ടിയതോട് കൂടിയിട്ട് ആത്മകാമമിവാത്മാനം ആത്മനി ആത്മാവിൽ സ്ഥിതനായിട്ട് ആധ്യാത്മിക ശിക്ഷ ആപ്തകാമമിവാത്മാനം ആത്മാവിൽ സ്ഥിതനായിട്ട് തന്നെ പറ്റി ആ കാമങ്ങളെല്ലാം സഫലം ആയവനായിട്ട് വിചാരിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ ആ പദങ്ങൾ നോക്കാം. മഹതാം മഹാന്മാരിൽ ധുര്യ മുഖ്യനായ വൈന്യഹത്തു പൃഥുചക്രവർത്തിയാകട്ടെ ആധ്യാത്മശിക്ഷയാ ആധ്യാത്മികമായ ശിക്ഷണം ഹേതുവായിട്ട് സംസ്ഥിത്യ ഏകാഗ്രതയോടെ ആത്മനി ആത്മാവിൽ സ്ഥിതനായിട്ട് ആത്മാനം തന്നെ പറ്റി ആപ്തകാമം ഇവമേനെ കാമങ്ങളെല്ലാം സഫലമായവനായിട്ട് വിചാരിച്ചു. മഹതാം മഹാന്മാരിൽ ധുര്യ മുഖ്യനായിരിക്കുന്ന വൈന്യഹത്തു പൃഥുചക്രവർത്തിയാകട്ടെ ആധ്യാത്മശിക്ഷയാ ആധ്യാത്മികമായിരിക്കുന്ന ശിക്ഷണം ഹേതുവായിട്ട് സംസ്ഥിത്യ ഏകാഗ്രതയോടെ ആത്മനി ആത്മാവിൽ സ്ഥിതനായിട്ട് ആത്മാനം തന്നെ പറ്റി ആപ്തകാമം ഇവമേനെ കാമങ്ങളെല്ലാം സഫലമായവനായിട്ട് വിചാരിച്ചു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് മഹതാം ധുര്യ വൈന്യഹത്തു അധ്യാത്മശിക്ഷയാ സംസ്ഥിത്യ ആത്മനി ആത്മാനം ആപ്തകാമം ഇവമേനെ എന്നുകൂടി പറയാം. മഹതാം ധുര്യ വൈന്യഹത്തു ആധ്യാത്മശിക്ഷയാ സംസ്ഥിത്യ ആത്മനി ആത്മാനം ആപ്തകാമം ഇവമേനെ മഹാന്മാരിൽ മുഖ്യനായിരിക്കുന്ന പൃഥു മഹാരാജാവാകട്ടെ ആധ്യാത്മികമായിരിക്കുന്ന ശിക്ഷ ഹേതുവായിട്ട് ഏകാഗ്രതയോടെ ആത്മാവിൽ സ്ഥിതനായിട്ട് തന്നെ പറ്റി ആ കാമങ്ങളെല്ലാം സഫലമായവനായിട്ട് വിചാരിച്ചു. അധ്യാത്മവിഷയങ്ങളിൽ പരമാചാര്യനായിരിക്കുന്ന സനകാദികൾ പൃഥുവിനാൽ പൂജിക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവത്തെ അഭിനന്ദിച്ച് ജനങ്ങൾ നോക്കിയിരിക്കെ ആകാശത്തിലേക്ക് പൊങ്ങി അദൃശ്യയായി എന്ന് പറഞ്ഞു. മഹാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനും സനൽകുമാരനിൽ നിന്നും ലഭിച്ച ആ ഉപദേശത്തിൻ്റെ വൈഭവം ഹേതുവായിട്ട് സമചിത്തത കൈവരിച്ചവനുമായിരിക്കുന്ന ആ പൃഥുചക്രവർത്തി ആത്മജ്ഞാനം ലഭിച്ചതിനാൽ തൻ്റെ എല്ലാ കാമങ്ങളും സഫലമായെന്ന് വിശ്വസിച്ചു. അപ്പോൾ മഹാത്മാക്കളിൽ പ്രമുഖനായിരിക്കുന്ന ആ പൃഥു ആധ്യാത്മോപദേശത്താൽ സിദ്ധിച്ച ഏകാഗ്രതയോട് കൂടിയിട്ട് ആ ആത്മസ്വരൂപത്തിൽ തന്നെ നിലകൊണ്ട് കൃതാർത്ഥനെന്ന് കരുതി. അപ്പോൾ മഹാന്മാരിൽ വെച്ച് ഉത്കൃഷ്ടനും സനൽകുമാരനിൽ നിന്നും ലഭിച്ച ആ ആത്മോപദേശ നിമിത്തം മനസ്സ് നിശ്ചല ആയതിനാൽ ആത്മാവിൽ തന്നെ ആ അനുസന്ധാനം ചെയ്തുകൊണ്ടിരിക്കുന്നതും ആയ ആ പൃഥുചക്രവർത്തി തനിക്ക് സാധിക്കേണ്ടത് മുഴുവനും സാധിച്ചതുകൊണ്ട് കൃതാർത്ഥനായി എന്ന് വിചാരിച്ചു. ഇതിലത്തെ ആ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വൈന്യോ ആധ്യാത്മശിക്ഷയാ ആ വൈന്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൃഥു മഹാരാജാവ് ആധ്യാത്മശിക്ഷ കൊണ്ട് ആത്മാവിൽ തന്നെ സ്ഥിത പ്രാപ്തമനോരഥമിവാത്മാനം തൻ്റെ ആ മനോരഥങ്ങളെല്ലാം പ്രാപ്തമായി എന്ന ആത്മാവിൽ വിചാരിച്ച് മാനിച്ചു. ആത്മാനം അത് മാനിച്ച് തൃപ്തനായി എന്നർത്ഥം. അപ്പോൾ വൈന്യോ അധ്യാത്മശിക്ഷയാ ആ വൈന്യൻ അതായത് പൃഥുമഹാരാജാവ് ആ സനൽകുമാരൻ്റെ ആധ്യാത്മശിക്ഷ കൊണ്ട് ആത്മാവിൽ സ്ഥിതമായിട്ടുള്ളവനായിട്ട് തീർന്നു. സൻ പ്രാപ്ത മനോരഥം ഇവാത്മാനം തൻ്റെ എല്ലാ മനോരഥങ്ങളും പ്രാപ്തമാക്കി എന്ന് ആത്മാവിൽ മാനിച്ചു. ഇപ്പോഴത്തെ ആ വ്യാഖ്യാനം വൈന്യോ ആധ്യാത്മശിക്ഷയാ ആത്മനി സ്ഥിത പ്രാപ്ത മനോരഥ ഇവാത്മാനം മേനെ എന്നും കൂടി പറയാം. വൈന്യോ അധ്യാത്മശിക്ഷയാ ആത്മനി സ്ഥിത സൻ പ്രാപ്ത മനോരഥമിവാത്മാനം മേനെ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 50-ാമത്തെ ശ്ലോകം. കർമാണി ച യഥാകാലം യഥാദേശം യഥാബലം യഥോചിതം യഥാവിത്തം അകരോത് ബ്രഹ്മസാൽകൃതം
കർമാണി ച യഥാകാലം യഥാദേശം യഥാബലം യഥോചിതം യഥാ വിത്തമകരോദ് ബ്രഹ്മസകൃതം. യഥാകാലം, ദേശം, അതുപോലെ അശക്തി, ധനസ്ഥിതി ഇവയെല്ലാം പരിഗണിച്ചിട്ട് ഉചിതം പോലെ ഈശ്വര അർപ്പണമായിട്ട് കർമ്മങ്ങളെ അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ കാമങ്ങളെല്ലാം സഫലമായിട്ട് ഉള്ളവനാണെന്ന് വിചാരിച്ചിട്ട് യഥാകാലം, കാലം, ദേശം, ഓരോ കാലത്തും ഓരോ ദേശത്തിനും അനുസരിച്ച് തൻ്റെ യഥാശക്തി, യഥാവിത്തം, ധനസ്ഥിതി ഇവയെല്ലാം പരിഗണിച്ചിട്ട് യഥോചിതം, ഉചിതം പോലെ ബ്രഹ്മസാത്കൃതം, ഈശ്വരാർപ്പണമായിട്ട് കർമാണി കർമ്മങ്ങളെ കരോച്ച അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ യഥാകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലം, യഥാദേശം അദേശം, യഥാബലം അശക്തി, യഥാവിത്തം ധനസ്ഥിതി ഇവയെല്ലാം പരിഗണിച്ചിട്ട് യഥോചിതം ഉചിതം പോലെ ബ്രഹ്മസാത്കൃതം ഈശ്വരാർപ്പണമായിട്ട് കർമാണി കർമ്മങ്ങളെ കരോച്ച അനുഷ്ഠിക്കുകയും ചെയ്തു. ഒന്നും കൂടി പറയാം. യഥാകാലം കാലം, യഥാദേശം ദേശം, യഥാബലം ശക്തി, യഥാവിത്തം ധനസ്ഥിതി ഇവയെല്ലാം പരിഗണിച്ചിട്ട് യഥോചിതം ഉചിതം പോലെ ബ്രഹ്മസാത്കൃതം ഈശ്വരാർപ്പണമായിട്ട് കർമാണി കർമ്മങ്ങളെ കരോച്ച അനുഷ്ഠിക്കുകയും ചെയ്തു. യഥാകാലം യഥാദേശം യഥാബലം യഥാവിത്തം യഥോചിതം ബ്രഹ്മസാത്കൃതം കർമാണി അകരോച്ച. എന്നുകൂടി പറയാം. യഥാകാലം യഥാദേശം യഥാബലം യഥാവിത്തം യഥോചിതം ബ്രഹ്മസാത്കൃതം കർമാണി അകരോച്ച. കാലം, ദേശം, ശക്തി, ബലം, ശക്തി, ധനസ്ഥിതി ഇവയെല്ലാം പരിഗണിച്ചിട്ട് ഉചിതം പോലെ ഈശ്വരാർപ്പണമായിട്ട് എല്ലാ കർമ്മങ്ങളെയും അനുഷ്ഠിക്കുകയും ചെയ്തു. അപ്പോൾ കാലം, ദേശം, ദേഹബലം, ഔചിത്യം, ധനസ്ഥിതി എന്നിവയ്ക്കനുസരിച്ച് തൻ്റെ കർത്തവ്യങ്ങൾ ഈശ്വരാർപ്പണമായിട്ട് അദ്ദേഹം നിർവഹിച്ചു. കാലം, ദേശം, ശക്തി, ഔചിത്യം, ധനം ഇവയൊത്ത് കർമ്മങ്ങളെല്ലാം അദ്ദേഹം ഭഗവാന് അർപ്പിച്ചുകൊണ്ട് തന്നെ നിർവഹിച്ചു. അപ്പോൾ മഹാന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായതുകൊണ്ട് ലോക സംരക്ഷണത്തിനായിട്ട് കർമ്മങ്ങളെയും ആചരിച്ചു എന്ന് 3 ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്നു. കാലം, ദേശം, ശരീരബലം, ഔചിത്യം, ധനം എന്നിവയെ അനുസരിച്ച് ബ്രഹ്മാർപ്പണ ബുദ്ധ്യാ കർമ്മങ്ങളെയും ചെയ്ത് ലോകത്തിൽ ശ്രേഷ്ഠന്മാർ ചെയ്യുന്നതിനെ മറ്റുള്ളവർ അനുസരിക്കുന്നത് സാധാരണമാകയാൽ ലോകാനുഗ്രഹാർത്ഥം കർമ്മങ്ങളെ ആചരിച്ചു. ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ സ യഥാകാലം യഥാദേശം യഥോചിതം ബ്രഹ്മണ്യർപ്പണം യഥാ ഭവതി തഥാ കർമാണി ചകാര. അദ്ദേഹം കാലം, ദേശം എന്നിവയ്ക്കനുസരിച്ച് യഥോചിതം ഉചിതമായത് ബ്രഹ്മണ്യർപ്പിതം ബ്രഹ്മത്തിൽ അർപ്പിതമായിട്ട് യഥാഭവതി എപ്രകാരമാണോ ചെയ്യേണ്ടത് അപ്രകാരം തഥാ കർമാണി ചകാര കർമ്മങ്ങളെ ചെയ്തു എന്നർത്ഥം. സ യഥാകാലം യഥാദേശം യഥോചിതം ബ്രഹ്മണ്യാർപ്പിതം യഥാഭവതി തഥാ കർമാണി ചകാര. അദ്ദേഹം കാലം, ദേശം ഒക്കെ അനുസരിച്ച് ഉചിതമായിട്ടുള്ളത് ബ്രഹ്മത്തിൽ സമർപ്പണം ചെയ്തുകൊണ്ട് യഥാഭവതി എങ്ങനെയാണോ ചെയ്യേണ്ടത് അതുപോലെ കർമ്മങ്ങളെ ആചരിച്ചു എന്നതാണ് പറയുന്നത്. അപ്പം ഇതിലത്തെ യഥാകാലം യഥോബലം യഥോചിതം യഥാവിത്തം ബ്രഹ്മസാത്കൃതം കർമാണി അകരോച്ച എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത 2 ശ്ലോകങ്ങൾ ചേർത്തിട്ടാണ് പറയുന്നത്. ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിഷംഗ സമാഹിത കർമാധ്യക്ഷം ച മന്വാന ആത്മാനം പ്രകൃതേഹ പരം
ഫലം ബ്രഹ്മണി വിന്യസ്യ നിർവിഷംഗസമാഹിതഃ കർമാധ്യക്ഷം ച മന്വാന ആത്മാനം പ്രകൃതേഃ പരം ഗൃഹേഷു വർത്തമാനോപി സ സാമ്രാജ്യാശ്രയാന്വിതഃ നാസജ്ജതേന്ദ്രിയാർത്ഥേഷു നിരഹം മതിരർക്കവത്. ഗൃഹേഷു വർത്തമാനോപി സ സാമ്രാജ്യശ്രിയാന്വിതഃ നാസജ്ജതേന്ദ്രിയാർത്ഥേഷു നിരഹം മതിരർക്കവത്. അപ്പം ആസക്തിരഹിതനായിട്ടും ഏകാഗ്രതയോടു കൂടിയിട്ടും ആ കർമ്മഫലത്തെ ആ ബ്രഹ്മത്തിൽ സമർപ്പിച്ചിട്ട് ആ ആത്മാവിനെ പ്രകൃതിക്കുപരിയായിരിക്കുന്ന കർമ്മസാക്ഷിയായിട്ടുള്ള കർമ്മസാക്ഷിയാണെന്ന് കണക്കാക്കിയിട്ട് ആ സാമ്രാജ്യത്തിൻ്റെ ഐശ്വര്യത്തോടു കൂടിയവനും ഗൃഹസ്ഥകാര്യങ്ങളിൽ വർത്തിക്കുന്നവനും ആയിട്ട് പോലും അഹങ്കാരം കൂടാതെ അദ്ദേഹം ആ സൂര്യനെ പോലെ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തനായില്ല. ഇന്നത്തെ പദങ്ങൾ പറയാം. നിർവിഷംഗ, ആസക്തിരഹിതനായും സമാഹിത, ഏകാഗ്രതയോട് കൂടിയവനായിട്ടും ഇരുന്ന് ഫലം കർമ്മഫലത്തെ ബ്രഹ്മണി ആ ബ്രഹ്മത്തിൽ വിന്യസിപ്പിച്ചിട്ട് സമർപ്പിച്ചിട്ട് ആത്മാനം ആ ആത്മാവിനെ പ്രകൃതേഹ പ്രകൃതിക്കുപരിയായിരിക്കുന്ന കർമാധ്യക്ഷം കർമ്മസാക്ഷിയായിട്ട് മന്വാനഹച്ച കണക്കാക്കി സാമ്രാജ്യശ്രിയ സാമ്രാജ്യത്തിൻ്റെ ഐശ്വര്യത്തോടും അന്വിത കൂടിയവനും ഗൃഹേഷു ഗൃഹസ്ഥകാര്യങ്ങളിൽ വർത്തിക്കുന്നവനും അപി ആയിട്ട് പോലും നിരഹം മതി ആ അഹങ്കാരം കൂടാതെ സഹ അദ്ദേഹം അർക്കവത് സൂര്യനെ പോലെ ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ ന അസജ്ജത ആസക്തനായില്ല. ഒന്നുകൂടി പറയാം. നിർവിഷംഗ ആസക്തരഹിതനായും സമാഹിത ഏകാഗ്രതയോട് കൂടിയവനായും ഇരുന്ന് ഫലം കർമ്മഫലത്തെ ബ്രഹ്മണി ആ ബ്രഹ്മത്തിൽ വിന്യസ്യ സമർപ്പിച്ച് ആത്മാനം ആത്മാവിനെ പ്രകൃതേഹ പരം പ്രകൃതിക്ക് ഉപരിയായിരിക്കുന്ന കർമാധ്യക്ഷം കർമ്മസാക്ഷിയായിട്ട് മന്വാനഹച്ച കണക്കാക്കി. എന്നിട്ട് സാമ്രാജ്യശ്രിയ സാമ്രാജ്യത്തിൻ്റെ ഐശ്വര്യത്തോടു കൂടിയും അന്വിത കൂടിയവനും ഗൃഹേഷു ഗൃഹസ്ഥകാര്യങ്ങളിൽ വർത്തിക്കുന്നവനും അപി ആയിട്ട് പോലും നിരഹം മതി അഹങ്കാരം കൂടാതെ സഹ അദ്ദേഹം അർക്കവത് സൂര്യനെ പോലെ ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയ വിഷയങ്ങളിൽ ന അസജ്ജത ആസക്തനായില്ല. അതിലത്തെ അന്വയം വന്നിട്ട് നിർവിഷംഗ സമാഹിത ഫലം ബ്രഹ്മണി വിന്യസ്യ ആത്മാനം പ്രകൃതേഹ പരം കർമാധ്യക്ഷം മന്വാനഹച്ച സാമ്രാജ്യശ്രിയ അന്വിത ഗൃഹേഷു വർത്തമാനഃ അപി നിരഹം മതി സഹ അർക്കവത് ഇന്ദ്രിയാർത്ഥേഷു ന അസജ്ജത. എന്നുകൂടി പറയാം. നിർവിഷംഗ സമാഹിത ഫലം ബ്രഹ്മണി വിന്യസ്യ ആത്മാനം പ്രകൃതേഹ പരം കർമാധ്യക്ഷം മന്വാനഹച്ച സാമ്രാജ്യശ്രിയ അന്വിത ഗൃഹേഷു വർത്തമാനഃ അപി നിരഹം മതി സഹ അർക്കവത് ഇന്ദ്രിയാർത്ഥേഷു ന അസജ്ജത ആസക്തരഹിതനായും ഏകാഗ്രതയോട് കൂടിയവനായും ഇരുന്ന് കർമ്മഫലത്തെ ബ്രഹ്മത്തിൽ സമർപ്പിച്ച് ആത്മാവിനെ പ്രകൃതിക്കുപരിയായിരിക്കുന്ന കർമ്മസാക്ഷിയായി മാനിച്ച് കണക്കാക്കി ആ സാമ്രാജ്യത്തിൻ്റെ ഐശ്വര്യത്തോടും കൂടിയവനും ഗൃഹസ്ഥകാര്യങ്ങളിൽ വർത്തിക്കുന്നവനും ആയിട്ട് പോലും ആ അഹങ്കാരം കൂടാതെ അദ്ദേഹം ആ സൂര്യനെ പോലെ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തനായി തീർന്നില്ല. അപ്പോൾ ആത്മാവ് അഥവാ ഈശ്വരൻ പ്രകൃതിക്കുപരിയാണെന്നും കേവലം കർമ്മസാക്ഷി മാത്രമാണെന്നും ബോധ്യം വന്നു. അങ്ങനെ ഒരു സാമ്രാജ്യത്തിൻ്റെ എല്ലാ ശ്രേയസ്സുകളോടും കൂടി ആ ഗൃഹസ്ഥനായി തന്നെ നിലനിന്നുവെങ്കിലും അദ്ദേഹം ഇന്ദ്രിയപ്രീതിക്ക് വശംവദനായില്ല. ആദിത്യനെ പോലെ തൻ്റെ ആ ശ്രേയസ്സുകളിലൊന്നും അഹങ്കാരം കൂടാത്തവനായിട്ട് വർത്തിച്ചു. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞതെന്ന് നോക്കാം.
നിരഹങ്കാരനായിട്ട് വർത്തിച്ചു. വരെയാണ് പറഞ്ഞത്. അപ്പോൾ ഫലം ഭഗവാനിൽ അർപ്പിച്ച് അനാസക്തനും ഏകാഗ്രചിത്തനുമായിട്ട് ആ ആത്മാവിനെ പ്രകൃതിയിൽ നിന്നും അതീതനായും സർവസാക്ഷിയായും കരുതി ആ രാജ്യ ഈശ്വര്യത്തോടെ ആ കൊട്ടാരത്തിൽ കഴിഞ്ഞിട്ടും അഹങ്കാരമില്ലാത്തതിനാൽ സൂര്യനെ പോലെ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ ബദ്ധനായില്ല. അപ്പോൾ ബ്രഹ്മാർപ്പണ ബുദ്ധ്യാ കർമ്മം ചെയ്തുവെന്ന് ആ പൂർവ്വശ്ലോകത്തിൽ പറഞ്ഞതിൻ്റെ ആ സ്വഭാവത്തെ ആ ശ്ലോകം കൊണ്ട് വിവരിക്കുന്നു. കർമ്മഫലത്തെ ഭഗവാനിൽ സമർപ്പിച്ച് ഈ കർമ്മത്താൽ ഭഗവാൻ പ്രസാദിക്കണം, അന്യമായ ഫലത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ആ സങ്കല്പമാണ് ആ ഭഗവാനിൽ ഫലത്തെ സമർപ്പിക്കുന്നതിൻ്റെ സ്വരൂപം. ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഭാവം ഇല്ലാത്ത എല്ലാവരെയും സമുചിത കർമ്മത്തിൽ ഭഗവാൻ പ്രവർത്തിപ്പിക്കുന്നുവെന്നുള്ള ആ സമാധാനത്തോടുകൂടെയും സർവകർമ്മങ്ങളുടെ സാക്ഷിയും പ്രകൃതി കാര്യങ്ങളായിരിക്കുന്ന ആ ദേഹാദികളിൽ നിന്നും വേറിട്ടിരിക്കുന്നവനുമായിരിക്കുന്ന ആ പരമാത്മാവിനെ ഭാവിച്ചുകൊണ്ടും സമുചിത കർമ്മങ്ങളെ നടത്തി ആ ഗൃഹങ്ങളിൽ ഇരിക്കുന്ന ആ ചക്രവർത്തിക്കുള്ള ആ ഐശ്വര്യം പരിപൂർണമായിട്ടുണ്ട്. എങ്കിലും ഞാൻ എന്നുള്ള അഭിമാനം ഇല്ലാത്തവനായിരുന്നതിനാൽ ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളായിരിക്കുന്ന ശബ്ദാദികളിൽ ആസക്തനായിരുന്നില്ല. അതുകൊണ്ട് കർമ്മങ്ങൾ ബന്ധഹേതുക്കളായി ഭവിച്ചതുമില്ല. സൂര്യൻ സർവത്ര വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും പ്രാണികൾ തൻ്റെ സാന്നിധ്യം നിമിത്തം നടത്തുന്ന കർമ്മങ്ങളുടെ ബാധ ആ സൂര്യനില്ലാത്തതുപോലെ ആ ആത്മസാന്നിധ്യം നിമിത്തം ഇന്ദ്രിയാദികൾ വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതല്ലാതെ തനിക്ക് ആ കർത്തൃത്വമില്ലെന്ന് ഉള്ള ബോധം നിമിത്തം ആ കർമ്മങ്ങൾ ആ ചക്രവർത്തിയെ ബാധിച്ചിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം എന്താ പറഞ്ഞത് നോക്കാം. കർമ്മഫലം ബ്രഹ്മണി സമർപ്യാത്മാനം, കർമ്മഫലങ്ങളെയൊക്കെ ആ ബ്രഹ്മത്തിൽ സമർപ്പണം ചെയ്തിട്ട് ആത്മാവിൽ പ്രകൃതേഹ പരം, ആത്മാവിൽ പ്രകൃതിയുടെ പരമമായിരിക്കുന്ന പ്രകൃതിക്ക് പരമായി ആത്മാവിനെ പ്രകൃതിക്കും പരമായി മന്യമാനോ മാനിച്ചുകൊണ്ടും ഗൃഹേ വർത്തമാനി ഗൃഹത്തിൽ വർത്തിച്ചുകൊണ്ടും വർത്തമാനോപീന്ദ്രിയാർത്ഥേഷു ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ അദ്ദേഹം സജ്ജത ആസക്തനായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർമ്മഫലം ബ്രഹ്മണി, കർമ്മഫലങ്ങൾ ആ ബ്രഹ്മത്തിൽ സമർപ്യാത്മാനം സമർപ്പിച്ചിട്ട് ആ ആത്മാവ് പ്രകൃതേഹ പരം, പ്രകൃതിയിൽ നിന്നും ഉപരിയാണ്, പരമം ആയിട്ടുള്ളതാണ്. മന്യമാനോ അങ്ങനെ മാനിച്ചുകൊണ്ട് ഗൃഹേ വർത്തമാന ഗൃഹത്തിൽ വർത്തിച്ചുകൊണ്ട് അപ്പോൾ ഇന്ദ്രിയാർത്ഥേഷു ഇന്ദ്രിയാർത്ഥങ്ങൾക്കായിട്ട് ഉള്ള ആ വിഷയങ്ങളിൽ അദ്ദേഹം സജ്ജത അദ്ദേഹം ആസക്തനായില്ല എന്നതാണ് ഇന്നത്തെ വ്യാഖ്യാനം. അപ്പോൾ ഒന്നുകൂടി നമുക്ക് എന്താണ് ആ വ്യാഖ്യാനം നോക്കാം. കർമ്മഫലം ബ്രഹ്മണി സമർപ്യാത്മാനം പ്രകൃതേഹ പരം മന്യമാനോ ഗൃഹേ വർത്തമാനോ ഇന്ദ്രിയാർത്ഥേഷു സജ്ജത എന്നുള്ളതാണ് അതിൻ്റെ ആ വ്യാഖ്യാനം വന്നത്. ഒന്നുകൂടി പറയാം. കർമ്മഫലം ബ്രഹ്മണി സമർപ്യാത്മാനം പ്രകൃതേഹ പരം മന്യമാനോ ഗൃഹേ വർത്തമാനോ ഇന്ദ്രിയാർത്ഥേഷു സജ്ജത എന്നാണ് ആ ശ്ലോകങ്ങളുടേതായിരിക്കുന്ന അർത്ഥം അവിടെ പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 53-ാമത്തെ ശ്ലോകം. ഏവമധ്യാത്മയോഗേന കർമാണ്യനുസമാചരൻ പുത്രാനുൽപാദയാമാസ പഞ്ചാർത്തിഷ്യാത്മസമ്മതാൻ. ഏവമധ്യാത്മയോഗേന കർമാണ്യനുസമാചരൻ പുത്രാനുൽപാദയാമാസ പഞ്ചാർത്തിഷ്യാത്മസമ്മതാൻ. പ്രകാരം ആ ആധ്യാത്മിക യോഗനിഷ്ഠയോടെ ആ കർമ്മങ്ങളെ നിത്യേന അനുഷ്ഠിച്ചുകൊണ്ട് ആ അർച്ചസിൽ പത്നിയിൽ തനിക്ക് തുല്യരും ആയിരിക്കുന്ന 5 പുത്രന്മാരെ അദ്ദേഹം ജനിപ്പിച്ചു. ഏവം അധ്യാത്മയോഗേന ഇപ്രകാരം അധ്യാത്മയോഗം കൊണ്ട് കർമാണ്യനുസമാദൻ കർമ്മങ്ങളെ വേണ്ട വിധത്തിൽ
ആചരിച്ചിട്ട് പുത്രാൻ ഉൽപാദയാമാസ, പുത്രന്മാരെ ഉൽപ്പാദിപ്പിച്ചു. പഞ്ചാർച്ചിഷ്യാത്മസമ്മതാൻ, പത്നിയിൽ തനിക്ക് തുല്യരായിരിക്കുന്ന ആത്മസമ്മതനായിരിക്കുന്ന 5 പുത്രന്മാരെ ഉൽപാദയാമാസ, ജനിപ്പിച്ചു. അതിലത്തെ പദങ്ങൾ നോക്കാം. ഏവം, ഇപ്രകാരം, അധ്യാത്മയോഗേന, ആധ്യാത്മിക യോഗത്തോടെ, കർമാണി, കർമ്മങ്ങളെ, അനുസമാചരൻ, നിത്യേന അനുഷ്ഠിച്ചുകൊണ്ട്, അർച്ചിഷി, ആ അർച്ചിസിൽ, പത്നിയിൽ, ആത്മസമ്മതാൻ, തനിക്ക് തുല്യമായിരിക്കുന്ന 5 പുത്രന്മാരെ ഉൽപാദയാമാസ, ജനിപ്പിച്ചു. കൂടി പറയാം. ഏവം, ഇപ്രകാരം, അധ്യാത്മയോഗേന, ആധ്യാത്മികമായ യോഗത്തോടെ, കർമാണി, കർമ്മങ്ങളെ, അനുസമാചരൻ, നിത്യേന അനുഷ്ഠിച്ചുകൊണ്ട്, അർച്ചിഷി, ആ അർച്ചിസിൽ, പത്നിയിൽ, ആത്മസമ്മതാൻ, തനിക്ക് തുല്യരും ആയിരിക്കുന്ന 5 പുത്രന്മാരെ ഉൽപാദയാമാസച്ച, ഉൽപ്പാദിപ്പിച്ചു, ജനിപ്പിച്ചു.